പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ജനുവരി 12 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തണേ കർത്താവേ. സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു. വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബെത്സയിദയിലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്, പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ മേൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രക്ഷയുടെ ആണിപ്രതാർന്ന അത്ഭുതകരം രോഗങ്ങളെ മേൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രിയിൽ പോകുന്നവരെ, മക്കൾ ആശുപത്രിയിൽ പോകുന്നവരെ, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകള്, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകള്, ഇന്ന് വരുന്ന റിസൾട്ടുകള്, ഇന്ന് വരുന്ന ഇമെയിലുകള്, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികള്, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങള്, നീ സംസാരിക്കുന്ന വ്യക്തികള്, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങള്, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വരനും നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ വായിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വചനം വായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പലരുടെ കൂടെയാണ് വായിക്കുന്നത്. ഒരാളിൻ്റെ കൂടെ മാത്രമേ നമുക്ക് വചനം വായിക്കാൻ പറ്റത്തുള്ളൂ. അത് എഴുതിയ ആളിൻ്റെ കൂടെ മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എഴുതിയ ആൾ ആ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഓൺ ടൈമിൽ ഓൺലൈനിലാണ് നമ്മൾക്കത് തർജ്ജമ ചെയ്തു തരുന്നത്. എന്താണ് അത് എഴുതുമ്പോൾ ദൈവം ഉദ്ദേശിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയും. അപ്പം നമ്മൾ കുറേ നാളിങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാൻ കൊതിച്ചും ആഗ്രഹിച്ചും ദൈവത്തെ സ്നേഹിച്ചും അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നടപ്പിൽ വരുത്താൻ ഉദ്യമിച്ചൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഒരു സത്യസന്ധത ദൈവത്തിന് പിടികിട്ടും. അങ്ങനെ ഒരു സത്യസന്ധത പിടികിട്ടിക്കഴിഞ്ഞാൽ ആണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ വായിക്കാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് ഇപ്പം ഈ മെൻ്റലി ചാലഞ്ച്ഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളില്ലേ, അവർക്കൊരു സ്ക്രൈബ് ഉണ്ടാവും, ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കുന്നതാണ്. ആ കുട്ടി പറയും, ആ കുട്ടിക്ക് എഴുതാൻ വശമില്ലാത്ത കൊണ്ട് വേറെ വ്യക്തി സ്ക്രൈബ് എന്ന് പറയുന്ന ആൾ എഴുതി കൊടുക്കും. ഇതുപോലെ നമുക്ക് വചന വായനയിൽ നമുക്ക് റീഡർ ഉണ്ടാകണം നല്ലതാണ്. ആ റീഡർ എപ്പോഴും അത് എഴുതിയ ആൾ തന്നെ ആയിരിക്കണം. എന്നാൽ അത് ഓൺലൈനിൽ ഓൺ ടൈമിൽ ദൈവം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ ബൈബിൾ തിയോളജിയിലൊക്കെ പറയുന്ന സിസിൻ ലൈബൻ പോലെയുള്ള സാഹചര്യാധിഷ്ഠിതമായ പശ്ചാത്തല ബന്ധിയായിട്ടുള്ള അർത്ഥങ്ങൾ കണ്ടെത്തുക അല്ല, മറിച്ച് ആ വിഷയത്തെക്കുറിച്ച് ദൈവം സംസാരിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനോടും മനുഷ്യരാശിയോടുമായതുകൊണ്ട് തന്നെ അത് ഈ കാലഘട്ടങ്ങളിലുള്ള മനുഷ്യൻ്റെ മനസ്സിനോട് അത് ഇൻട്രാക്ട് ചെയ്യും, ഫലവത്തായിട്ട് പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ശരിക്കും വായിക്കുന്ന വ്യക്തി അതൊക്കെ ഒരു പൊതുജ്ഞാനം വേണം ബൈബിളിനെ കുറിച്ചും. പിന്നെ കുറച്ച് സ്കിൽഫുൾ നോളജ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷേ സ്കിൽഫുൾ നോളജ് വചനവുമായിട്ട് ഇടപഴകുന്നതിന്
നമുക്ക് ആവശ്യമായ സ്കിൽഫുൾ നോളജ് ദൈവത്തോടുള്ള സ്നേഹം തന്നെയായിരിക്കണം. അതാണ് വിഷയം. അല്ലാതെ നല്ല ഡോക്ടർ തീസ് എഴുതുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമായി കഴിഞ്ഞാൽ അതൊന്നും ദൈവിക ലക്ഷ്യമായിരുന്നില്ല. അത് നമ്മൾ എവിടെ എന്തെങ്കിലും ഒരു കണ്ടുപിടിച്ചിട്ടുള്ള ലക്ഷ്യമല്ലേ അത് ഇന്നത്തെ ഒരു അക്കാഡമിക് പർപ്പസാണത്. ദൈവത്തിന് അങ്ങനെ അക്കാഡമിക് പർപ്പസൊന്നും ഇല്ലായിരുന്നു. മനുഷ്യൻ്റെ മനസ്സ് രക്ഷപ്പെടണം, ദൈവമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു രക്ഷാകരമായ പർപ്പസാണ് ബൈബിളിനുള്ളത്. ആ രക്ഷാകര പർപ്പസ് ബൈബിൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ അതിലായിരിക്കും പറയണത് അവരുടെ അക്കാഡമിക് പ്രൊഫിഷ്യൻസിയിൽ നിന്ന് വരുന്ന ഒരു ലോക ജ്ഞാനമായിരിക്കും വരണം. അതുകൊണ്ട് അത് ലോകജ്ഞാനം ഒരിക്കലും രക്ഷാകരമല്ല. അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട്. ശരിയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം ഐ ആം ദ ട്രൂത്ത് അങ്ങനെ വചനം ഇല്ല ബൈബിളിൽ. എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിരിക്കണതാണ് ഐ ആം ദ ട്രൂത്ത് എന്ന്. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. അതിൽ ഒരെണ്ണം കർത്താവ് എന്നടുത്ത് എടുത്തു പറഞ്ഞത് സത്യം, ഞാൻ സത്യമാകുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഉടനെ പറഞ്ഞു സത്യമായതുകൊണ്ട് തന്നെ എന്നിൽ കള്ളമില്ലെന്ന്. അപ്പം ഞാനത് എൻ്റെ നോട്ട്ബുക്ക് എഴുതി വെച്ചു, എന്നിൽ കള്ളമില്ല എന്ന്. അങ്ങനെ വചനം ബൈബിളിലില്ല. അതിന് പകരം കിടക്കുന്ന വചനം പാരലൽ വഴിയുടെ അതിനേക്കാൾ വലിയ വചനങ്ങൾ എന്നിൽ പാപമില്ലെന്നുള്ളതാണ്. 1 യോഹന്നാൻ 3:5 പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവന് പാപമില്ല. അതാണ് വിഷയം. അവന് കള്ളമില്ല എന്ന് പറയുന്നതിനേക്കാളും ഷാർപ്പാണ് അവന് പാപമില്ലെന്ന് പറയുന്നത്. അപ്പം ഞാൻ സത്യമാണ്, എന്നിൽ അസത്യമില്ല എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? സിമ്പിളാ. അതായത് ഞാൻ സത്യമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഒരർത്ഥം എന്നിൽ അസത്യമില്ലെന്നാണ്. അതിൻ്റെ പ്രായോഗിക അർത്ഥം നിങ്ങൾ അസത്യത്തിലായിരിക്കുമ്പോൾ ന്യായമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടായിരിക്കും എന്നുള്ളതാണ്. അതതിൻ്റെ പ്രായോഗിക അർത്ഥം. അതുകൊണ്ടാണ് ആ അർത്ഥത്തിലാണ് ഈശോ നുണയെക്കുറിച്ച് പറയണത്. ഈ യോഹന്നാൻ 8:44 ഇതിൻ്റെ മുഴുവനും ഇതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. പിശാചിനെ കുറിച്ചാണ് പറയണത്. കള്ളം, നുണയും എന്ന് പറഞ്ഞാൽ ഞാൻ സത്യമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് സത്യമല്ലാത്ത വിഷയം ഈശോ കോംപ്രമൈസ് മനുഷ്യനെന്നല്ല പറയണത്. പിന്നെ പറയണത് പിശാചെന്നാണ് പറയണത്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പിശാചിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. ഇപ്പൊ ഞാൻ സത്യമാണെന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ കൂടെ വായിക്കാൻ പറ്റുന്ന കറക്റ്റ് പാരലൽ വചനം എന്താണ്? അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. എന്താണ് ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ദൈവാനുഭവം ഇല്ലാത്തതിൻ്റെ കാരണം നമ്മളെ കാര്യം കാണാൻ വേണ്ടിയെങ്കിലും കള്ളം പറയേണ്ടി വരികയോ ചെയ്യുന്നുണ്ട്. ഇത് കുഞ്ഞുനാൾ മുതലേ നമുക്ക് ട്രെയിനിങ് ഇല്ലാത്ത കാരണം നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.